ഓക്കെ, ഓഡിബിൾ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ, ഓഡിബിൾ അല്ലേ? അല്ലേ, ഓഡിബിൾ ആണല്ലോ, സ്ക്രീൻ കാണാമല്ലോ. ഓക്കെ, ഇത് ഏതാ വരുന്നത്? ഇൻ ടൈംസ് ഓഫ് ഏരിയ, ഇന്ത്യ ഈസ് ദ എത്രാമത്തെ ലാർജസ്റ്റ് കൺട്രിയാ വരുന്നത്? ടേംസ് ഓഫ് ഏരിയ, ഏരിയ വൈസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഏതാ വരുന്നത്? എത്രാമത്തെ കൺട്രിയാ വരുന്നത്? 7th ലാർജസ്റ്റ് കൺട്രിയാണ് വരുന്നത് കേട്ടോ. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഏരിയ വൈസ് ഇന്ത്യ 7th ലാർജസ്റ്റ് കൺട്രി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അറൗണ്ട് 3.28 മില്യൺ സ്ക്വയർ ആയിരിക്കും വരുന്നത് കേട്ടോ. സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ വരുന്നത്. മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ വരുന്നത്. അറൗണ്ട് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് വരുന്നത്. ഏഷ്യയിലെ നോക്കുവാണെങ്കിൽ, ഏഷ്യയിലെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഏഷ്യയിലെ ഇന്ത്യ വരുന്നത് 3rd ലാർജസ്റ്റ് കൺട്രിയാണ്. ഏഷ്യയിലെ 3rd ലാർജസ്റ്റ് കൺട്രിയാണ് വരുന്നത്. ഗ്ലോബൽ വൈസ് നോക്കിയാൽ 7th ആണ് വരുന്നത്. ഏഷ്യയുടെ ഏതൊക്കെയാ വരുന്നത്? 3rd ലാർജസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? വേൾഡിലെ തന്നെ ഏരിയ വൈസ് ലാർജസ്റ്റ് ആയിട്ടുള്ള കൺട്രി ഏതായിരിക്കും? ഏതൊക്കെയാ? റഷ്യ, ദെൻ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്, ചൈന, ബ്രസീല്, ഓസ്ട്രേലിയ. അങ്ങനെ 7th ആണ് ഏത് വരുന്നത്? ഇന്ത്യ വരുന്നത്. ഏറ്റവും ഏരിയ വൈസ് നോക്കുവാണെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള റഷ്യയാണ്. അത് കഴിഞ്ഞ് കാനഡ, പിന്നെ USA. ഓക്കെ, കോസ്റ്റ് ലൈൻ, ഇന്ത്യയുടെ കോസ്റ്റ് ലൈന് എത്ര വരുന്നത്? അയലൻഡ് സൈലം ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്ര വരുന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ, ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ. നിങ്ങൾ ഇത് പ്രീവിയസ് ഡേറ്റയാണ്. പ്രീവിയസ് ഡേറ്റ അനുസരിച്ച് 7516.6 കിലോമീറ്റർ ആയിരുന്നു വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ, ഇപ്പൊ ഇതിനെ റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്തിട്ട് 11,098.81 കിലോമീറ്റർ ആണ് പുതിയ ഡേറ്റ കേട്ടോ. ഇത് പഴയ മെറ്റീരിയൽ ആണ്. അപ്പൊ പഴയതനുസരിച്ച് 7516.6 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പൊ ഇതിനെ റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്തിട്ട് പുതിയ ഡേറ്റ അനുസരിച്ച് ലെങ്ത് എത്ര കോസ്റ്റ് ലൈൻ്റെ വരുന്നത്? 11,098.81 ആണ് കിലോമീറ്റർ ആണ് വരുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏതാ ഇതിനകത്ത് വരുന്നത്? ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ ഈസ് ഏതാ വരുന്നത്? സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യൻ ഏതാ വരുന്നത്? ബേസ്ഡ് ഓൺ ഏതിനെ അനുസരിച്ചാ വരുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നിങ്ങളുടെ 82.82 ഡിഗ്രി 13 മിനിറ്റ് വരുന്ന ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നോക്കുവാണെങ്കിൽ മിർസാപൂർ ഡിസ്ട്രിക്റ്റ്, ഉത്തർപ്രദേശിലെ മിർസാപൂറിൽ കൂടെ കടന്നു പോകുന്ന ഈ ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ GMT എന്ന് വെച്ചാൽ എന്നാ പിള്ളേരെ? ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലേ? ഗ്രീൻവിച്ച് മെറിഡിയൻ എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ എഹെഡ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5.5 മണിക്കൂർ എഹെഡ് ആയിട്ടാണ് കാണുന്നത്.
ഓക്കെ, അപ്പൊ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ലാറ്റിറ്റ്യൂഡ് പാസിംഗ് ത്രൂ ദ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ കൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാ? ലാറ്റിറ്റ്യൂഡ് പാസിംഗ് ത്രൂ ദ സെന്ററിൽ കൂടെ പോകുന്നത് ഏതാ? സെന്ററിൽ കൂടെ പോകുന്ന ഏതാ? ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പാർട്ടിൽ കൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാ വരുന്നത്? നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുന്നത് 37°60' വരുന്നതാണ് കേട്ടോ. 37°60' നോർത്ത് വരുന്ന ലാറ്റിറ്റ്യൂഡാണ് നോർത്തേൺ മോസ്റ്റ് പാർട്ടിൽ കൂടെ പോകുന്നത്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഇന്ദിരാക്കോളാ വരുന്നത്. അതിന്റെ ജമ്മു കാശ്മീരിന്റെ നോർത്തേൺ മോസ്റ്റ് റീജിയനിലായിട്ട് വരുന്നതാണ് ഇന്ദിരാക്കോള്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ്. അതിന്റെ ലൊക്കേഷൻ ഏകദേശം വരുന്നതാണ് 37°6' ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് കോസ്റ്റൽ ട്രാക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട് എന്തെന്ന് അറിയപ്പെടുന്നത്? കൊറമാണ്ടൽ കോസ്റ്റ് എവിടാ വരുന്നത്? കൊറമാണ്ടൽ കോസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ലൈന്. ഇന്ത്യയുടെ ഇങ്ങനെ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇന്ത്യന്റെ ഭൂപടം എടുത്തിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന സൗത്ത് ഈസ്റ്റേൺ ഈ റീജിയനിലെയാണ് കൊറമാണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും വരുന്നത്? തമിഴ്നാട് ഇവിടെ ഏതാ വരുന്നത്? ഇവിടെ ഇങ്ങനെ നമ്മുടെ കേരളം വരുമല്ലേ, ഇവിടെ ഇങ്ങനെ കേരളം വരും, ഇവിടെ നിന്ന് ഇങ്ങനെ തമിഴ്നാട് പോകും. അപ്പൊ ഏതായിരിക്കും വരുന്നത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അത് ഇറങ്ങി വരുന്ന കേട്ടോ. ബേ ഓഫ് ബംഗാളിന്റെ സൈഡിൽ കൂടെ പോകുന്നതാണ് കൊറമാണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കവർ ചെയ്ത് പോകുന്ന ഏതാണ്? കൊറമാണ്ടൽ കോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി കൊങ്കൺ കോസ്റ്റ് എവിടാ വരുന്നത്? കൊങ്കൺ കോസ്റ്റ് എവിടെ ആയിട്ടാ വരുന്നത്? കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തായിട്ടാ വരുന്നത്. ഇന്ത്യയുടെ ഈ പാർട്ടിലായിട്ടാ. എവിടാ? നമ്മുടെ ഗോവ, മഹാരാഷ്ട്ര തൊട്ട് ഗോവയെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പോർഷൻ എവിടെ വരും? കർണാടകയിലേയും വരും. അതായത് വെസ്റ്റേൺ ഗട്ട്സിനും അറേബ്യൻ സീക്കും ഇടയ്ക്കായിട്ട് വരുന്ന ആ സ്ട്രെച്ചിനെയാണ് നമ്മൾ വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ വെസ്റ്റേൺ ഗട്ടിനും അറേബ്യൻ സീക്കും ഇടയ്ക്കായിട്ട് വരുന്ന ആ സ്ട്രെച്ചിനെയാണ് നമ്മൾ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന മഹാരാഷ്ട്രയിൽ മുംബൈ പോലെയുള്ള മേജർ സിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ ഗോവ മൊത്തത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് കർണാടകയുടെ ഇതിന്റെ കൊങ്കൺ കോസ്റ്റിന്റെ ഈ സദേൺ റീജിയൻ വരുന്നത് ഏതാണ്? സദേൺ റീജിയൻ വരുന്നത് കർണാടകയുടെ ഒരു പോർഷൻ ആണ് കേട്ടോ വരുന്നത്. അവിടെ വരെ വരും. ദെൻ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും വരുന്നത്? മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് ഏതാ? കേരള വരും, പിന്നെ കർണാടകയുടെ കുറച്ച് പോർഷൻ ഇവിടെ ഈ കിടക്കുന്നത് കർണാടകയുടെ കുറച്ച് പോർഷൻ വരും, പിന്നെ മെയിൻ ആയിട്ട് കേരള കവർ ചെയ്ത് പോയിട്ട് ഇവിടെ ഈ തമിഴ്നാടിന്റെ ഒരു ചെറിയ പോർഷനും കൂടെ വരും. അതാണ് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഉണ്ടല്ലോ, ബ്രോഡ്ലി ഇവിടെ വരുന്ന ഏതാ? ഇത് വെസ്റ്റാ വരുന്നത്. ഈ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിന്റെ ഈ എൻഡിനെയാണ് പറയുന്നത്. കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. അതിനെയാണ് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നതോ? ഈസ്റ്റ് കോസ്റ്റ് ഏതാ വരുന്നത്? ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് തുടങ്ങിയിട്ട് ഏതായിരിക്കും വരുന്നത്? വെസ്റ്റ് ബംഗാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വെസ്റ്റ് ബംഗാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കന്യാകുമാരിയുടെ നോർത്ത് ആയിട്ട് വരും. അതാണ് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാളിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ബേ ഓഫ് ബംഗാളിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഏറ്റവും ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാ? ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഏതാ വരുന്നത്? ഗുജറാത്ത് ആണല്ലേ. ഗുജറാത്ത് ആണ് വരുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റിലേറ്റ് ചെയ്യുന്നത് ഏതാ? ഏത് ഇന്ത്യൻ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റിലേറ്റ് ചെയ്യുന്നത്? ഞാനിപ്പോ പറഞ്ഞായിരുന്നു ഏതാ വരുന്നത്? 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നെവർ ഗെറ്റ്
ദ വെർട്ടിക്കൽ റേസ് ഓഫ് സൺ. വെർട്ടിക്കൽ റേസ് കിട്ടാത്തത് എവിടാ? ഏതാ വരുന്നത്? വെർട്ടിക്കൽ റേസ് കിട്ടാത്തത് ഏതാ വരുന്നത്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് എൻറ്റയർലി നോർത്ത് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഏതൊരു റീജിയൻ ആയാലും അവിടെ എന്താണ് കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ഏതാ വരുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്. ആ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് എൻറ്റയർലി നോർത്ത് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ഏതായാലും അവിടെ വെർട്ടിക്കൽ റേസ് കിട്ടത്തില്ല. അവിടെ ഏതായിരിക്കും വരുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റേസ് ആയിരിക്കും കിട്ടുന്നത്. ഇന്ത്യ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഏതാ വരുന്നത്? ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, പിന്നെ അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ പാർട്ട്. അത് മോസ്റ്റ്ലി കാണുന്ന എവിടെ ആയിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നോർത്ത് ആയിട്ടായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ എന്താണ് നമ്മുടെ വെർട്ടിക്കൽ റേസ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ശ്രീനഗർ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ശ്രീനഗർ ആണ് വരുന്നത്. അടുത്തത്, ദ ആൻഡമാൻ ആൻഡ് നിക്കോമാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ദ ഏത് ആൻഡമാനും നിക്കോബാറും 10 ഡിഗ്രി ചാനലാണ് വരുന്നത്. 10 ഡിഗ്രി ചാനലാണ് വരുന്നത്. ബൗണ്ടറി നോക്കിയാൽ മതി, 10 ഡിഗ്രി ചാനലാണ് വരുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ വേറെ ഏതൊക്കെയാ ബൗണ്ടറി വരുന്നത്? വേറെ ഏതൊക്കെയാ വരുന്നതെന്ന് അറിയാവോ? ഏതൊക്കെയാ വരുന്നതെന്ന് അറിയാവോ? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏതാണെന്നറിയാവോ? പാക് സ്ട്രേറ്റ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ് പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. പാക് ഗവർണർ ആയിട്ടിരുന്ന റോബർട്ട് പാക് ഉണ്ട്. മദ്രാസ് ഗവർണർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നെയിമിന് ആഫ്റ്റർ ആയിട്ടാണ്, അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ടാണ് പാക് സ്ട്രേറ്റ് എന്ന് പേര് കൊടുത്തത്. 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ നിക്കോബാർ വരുന്നതാണ്. ദെൻ 9 ഡിഗ്രി ചാനൽ ഉണ്ട്. 9 ഡിഗ്രി ചാനല് മിനിക്കോയ് ഐലൻഡ് ഉണ്ടല്ലോ, മിനിക്കോയ് ഐലൻഡും ലക്ഷദ്വീപിലെ ബാക്കിയുള്ള ഐലൻഡ്സും കൂടെ തമ്മിലുള്ളതാണ് വരുന്നത്. 8 ഡിഗ്രി ചാനൽ ഉണ്ട്. അത് മിനിക്കോയി മാൽദീവ്സും, ഐലൻഡ്സ് ഓഫ് മിനിക്കോയി ആൻഡ് മാൽദീവ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇനി 16th പാരലൽ നോർത്ത് ഉണ്ട്. അത് അങ്കോളയും നമീബിയൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. 17th പാരലൽ ഉണ്ട്. നോർത്ത് ആൻഡ് സൗത്ത് വിയറ്റ്നാമിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് പിന്നെ 1976 അത് യൂണിഫിക്കേഷൻ ചെയ്തായിരുന്നു കേട്ടോ. വിയറ്റ്നാമിനെ യൂണിഫിക്കേഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ എന്നാണ് ഇറവലന്റ് ആയി, പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇനി 20th പാരലൽ ഉണ്ട്. 20th പാരലൽ ലിബിയയും സുഡാനും കൂടെ ഉള്ളതാണ്. 22nd പാരലൽ ഉണ്ട്. ഈജിപ്റ്റും സുഡാനും കൂടെ വരുന്നതാണ്. ദെൻ 25th പാരലൽ ഉണ്ട്. മൗറീഷ്യാനയും മാലിയും കൂടെ വരുന്നതാണ്. 31st പാരലൽ ഉണ്ട്. 31st പാരലൽ ഇറാനും ഇറാഖും കൂടെ ഉള്ള സെപ്പറേഷന്. ഓക്കെ, ദെൻ 49th പാരലൽ ഉണ്ട്. ഏതാണെന്നറിയാവോ? വേൾഡിലെ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറിയാണ്. 8819 കിലോമീറ്ററോളം വരുന്നുണ്ട്. 8819 കിലോമീറ്റർ, 8819 കിലോമീറ്റർ വരുന്നതാണ്. ഏതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് അറിയാവോ? USA-യും കാനഡയും തമ്മിലുള്ളതാണ്. ഇനി സൗത്ത് ആൻഡ് നോർത്ത് കൊറിയയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതാണെന്നറിയാവോ? സൗത്ത് ആൻഡ് നോർത്ത് കൊറിയയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതാണെന്നറിയാവോ? സൗത്ത് ആൻഡ് നോർത്ത് കൊറിയയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതാണെന്നറിയാവോ? 38th പാരലൽ 38th പാരലലാണ് വരുന്നത്. ദെൻ പർപ്പിൾ ലൈൻ ഉണ്ട്. പർപ്പിൾ ലൈൻ എന്ന് പറയുന്ന ഏതാ? ഇസ്രയേലും സിറിയയും തമ്മിലുള്ളതാണ്. ഇസ്രയേല് പ്ലസ് സിറിയ തമ്മിലുള്ളതാണ് പർപ്പിൾ ലൈൻ എന്ന് പറയുന്നത്. ഇസ്രയേല് സിറിയയാണ് പർപ്പിൾ ലൈൻ വരുന്നത്.
ഓക്കെ, ദെൻ ബ്ലൂ ലൈൻ ഉണ്ട്. ബ്ലൂ ലൈൻ ഏതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാ? ഇസ്രയേലും ലബനനും. ഇസ്രയേലും ലബനനും കൂടെ ഉള്ളതാണ് ബ്ലൂ ലൈന്. കേഴ്സൺ ലൈൻ ഉണ്ട്. കേഴ്സൺ ലൈന് പോളണ്ടും ഏതും കൂടെ വരുന്നതാ? പോളണ്ടും റഷ്യയും കൂടെ വരുന്നതാണ്. പോളണ്ടും റഷ്യയും. പോളണ്ടും റഷ്യയും കൂടെ വരുന്നതാണ് കേഴ്സൺ ലൈന് വരുന്നത്. ഓക്കെ, മാനർലീം ലൈൻ ഉണ്ട്. ഏതാണെന്നറിയാവോ? മാനർലീം ലൈന് റഷ്യയും ഫിൻലാൻഡും കൂടെ വരുന്ന കേട്ടോ. റഷ്യ പ്ലസ് ഫിൻലാൻഡ് ആണ് മാനർലീം ലൈൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിക്കാം. റാഡ്ക്ലിഫ് ലൈൻ ഏത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന? റാഡ്ക്ലിഫ് ലൈന് ഏത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്? റാഡ്ക്ലിഫ് ലൈൻ ഏത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന? ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഉള്ളതാണ്. സർ സിറിൽ റാഡ്ക്ലിഫ് ആണത് ഡിമാക്രൈബ് ചെയ്തത്. എന്നിട്ട് പാർട്ടീഷൻ ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനും അതേപോലെ തന്നെ ഫോർമേഷന്റെ സമയത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാകിസ്ഥാനും ഇന്ത്യയും കൂടെയുള്ള പാർട്ടീഷൻ കാണിക്കാനായിട്ടായിരുന്നു. ഇപ്പൊ ഏതാണ് പ്രസന്റ് ഡേ? ഇന്നത്തെ ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം ബംഗ്ലാദേശ് ഇല്ലേ? ഓക്കെ, അതേപോലെ തന്നെ മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ഏതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന? മക്മോഹൻ ലൈൻ ഏതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്? ഇന്ത്യയും ചൈനയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡ്യൂറൻ ലൈനോ? ഡ്യൂറൻ ലൈന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളതാണ്. ഓക്കെ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ തമ്മിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സദേൺ ടിപ്പ് ഏതാ വരുന്നത്? സദേൺ ടിപ്പ് ഏതാ വരുന്നത്? നോർത്തേൺ ടിപ്പ് ഏതാ വരുന്നത്? ഇന്ദിരാക്കോള് വരും. സദേൺ ടിപ്പ് ഏതാ വരുന്നത്? കേപ്പ് ഓഫ് കമോറിൻ കന്യാകുമാരി വരും. സദേൺ ടിപ്പ് അല്ലേ ഞാൻ ചോദിച്ചത്? സദേൺ പോയിന്റ് ഏതാ വരുന്നത്? മെയിൻലാൻഡിന്റെ കേസിൽ എടുത്ത് നോക്കുവാണെങ്കിൽ സദേൺ പോയിന്റ് വരുന്നത് കേപ്പ് കാമറിയൻ കന്യാകുമാരിയാണ്. അല്ലെങ്കിൽ ഏതാ വരുന്നത്? ഏതാണ് വരുന്നത്? ഏത് പറയാം? മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആൻഡമാൻ നിക്കോബാറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാ. ഇന്ത്യയുടെ ശരിക്കും മാപ്പ് വരയ്ക്കുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും? ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിരാ പോയിന്റ് ആണ് വരുന്നത്. പക്ഷെ ലാൻഡ് മാത്രം കൺസിഡർ ചെയ്യുവായിരിക്കുകയാണെങ്കിൽ ഏതാ വരുന്നത്? സദേൺ മോസ്റ്റ് പോയിന്റ് മെയിൻലാൻഡിന്റെ കന്യാകുമാരിയാണ് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് കന്യാകുമാരിയെ ഇതായിട്ട് എടുക്കുന്നത്? കാരണം എന്നാ? 3 മേജർ വാട്ടർ ബോഡീസ് ഉണ്ട്. അറേബ്യൻ സീ ഉണ്ട്, ദെൻ നമ്മുടെ ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ. ഇത് 3ഉം കൂടെയാണ് ഇവിടെ കൺവേർ ചെയ്യുന്നത് കേട്ടോ. ദെൻ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാ? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാ? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഏതാ വരുന്നത്? ഇന്ദിരാക്കോള്. സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ അവിടെ ആയിട്ട് വരുന്ന ഇന്ദിരാക്കോൾ ആണ് വരുന്നത് കേട്ടോ. ഇന്ദിരാക്കോള് നിയർ സിയാച്ചിൻ ഗ്ലേഷ്യർ ആ വരുന്നത് കേട്ടോ. സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ അവിടെ ആയിട്ട് വരുന്നതാണ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ വരുന്നത്? അരുണാചൽ പ്രദേശിലെ ഒരു ടൗൺ ആ വരുന്നത്. ഏതാ? കിബിത്തു ആണ് വരുന്നത്. കിബിത്തു ആണ് വരുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ വരുന്നത്? വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ വരുന്നത്? ഗുജറാത്തിലെ ഗോർമോട്ടിയാണ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്.
ഓക്കെ, അടുത്തത് ഹിമാലയ ഹാസ് ദ മാക്സിമം സ്ട്രെച്ച് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഹിമാലയ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതിനകത്ത് ഏത് പാർട്ടിനാണ് മാക്സിമം സ്ട്രെച്ച് വരുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ്? ഏതാ വരുന്നത്, അറിയുവോ? ഈസ്റ്റ് ടു വെസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഹിമാലയയുടെ എത്ര വരുന്നത്? ഹിമാലയയുടെ സ്ട്രെച്ച് എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ ആണ് വരുന്നത് കേട്ടോ, വെസ്റ്റ് ടു ഈസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ. ഇതിനകത്ത് ഏത് പാർട്ടിനാ വരുന്നത്? ആൻസർ ചെയ്ത് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഹിമാലയയുടെ ഒക്കെ ക്ലാസ് കണ്ടു കാണുമല്ലോ. ക്ലാസ് കണ്ടു കാണുമല്ലോ. ഏത് റേഞ്ചാ വരുന്നത്? ഹിമാലയ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്, പിന്നെ ഏതായിരിക്കും വരുന്നത്? ഏതൊക്കെയാ ഡിവിഷൻ വരുന്നത്? ഈ മാക്സിമം സ്ട്രെച്ച് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുമ്പോൾ ഏതിനാ വരുന്നത്? നേപ്പാൾ ഹിമാലയാസിനാ വരുന്നത്. നേപ്പാൾ ഹിമാലയാസിനാണ് വരുന്നത്. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഇതിന്റെ സ്ട്രെച്ച് വരുന്നത് 2500 കിലോമീറ്റർ ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ദെൻ ഹയസ്റ്റ് പാർട്ട് വരുന്ന ഏതാ? ഹയസ്റ്റ് പാർട്ട് വരുന്ന ഏതാ ഹിമാലയയുടെ? ഏറ്റവും ഹയസ്റ്റ് പാർട്ട് ഏതാ വരുന്നത്? ഹിമാലയയുടെ ഹയസ്റ്റ് പാർട്ട് ഏതാ വരുന്നത്? അതറിയത്തില്ലേ? ഹയസ്റ്റ് പോയിന്റ് ഏതാ ഹിമാലയത്തിന്റെ വരുന്നത്? സൗത്ത് ടു നോർത്ത് എടുക്കുവാണെങ്കിൽ ഹിമാലയാസിനെ എങ്ങനെ ഇരിക്കാം? ഔട്ടർ ഹിമാലയാസ് ഉണ്ട്, ശിവാലിക് ഹിമാലയാസ് എന്ന് പറയും. ദെൻ ലെസർ ഹിമാലയാസ് ഉണ്ട്, ഹിമാചല്, ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് വരുന്നത് ഗ്രേറ്റർ ഹിമാലയാസിനകത്താണ് വരുന്നത്. ഇനി ടിബറ്റിയൻ ഹിമാലയാസ് അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയും. ശിവാലിക് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ഔട്ടർ ഹിമാലയാണ്, സതേൺ മോസ്റ്റ് ആണ്, അതുപോലെ തന്നെ എങ്ങർ റേഞ്ചാ വരുന്നത്. ഹിമാലയത്തിന്റെ ആ ഫൂട്ട് ഹിൽസ് വരുന്നതാണ് ശിവാലിക് ഹിൽസ് എന്ന് പറയുന്നത്. ദെൻ ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയും. ഇത് വരുന്ന ഏതാ? ഗ്രേറ്റ് ഹിമാലയത്തിന്റെ സൗത്ത് ആയിട്ട് വരുന്നതായിരിക്കും. മെനി പോപ്പുലർ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. ദെൻ ഹിമാദ്രി, ഹിമാദ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയാണ്, നോർത്ത് ആൻഡ് മോസ്റ്റ് റീജിയൻ വരുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഇവിടെ ഇങ്ങനെ വരും അല്ലേ, ഇന്ത്യയുടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് വരും. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ആ നോർത്തേൺ മോസ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ് ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത്. വേൾഡ് ടോളസ്റ്റ് പീക്ക് ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജുങ് എല്ലാം തന്നെ ഏതാ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ദെൻ ട്രാൻസ് ഹിമാലയ, അതിനെ നമ്മൾ ടിബറ്റിയൻ ഹിമാലയ എന്നാ പറയുന്നത്. ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ഗ്രേറ്റർ ഹിമാലയസിന് നോർത്ത് ആയിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നാഗ, കാശി, ഗാഗ്രോ ഹിൽസ് എവിടാ ലൊക്കേറ്റ് ചെയ്യുന്നത്? നാഗ, കാശി, ഗാരോ ഹിൽസ് ഒക്കെ എവിടാ ലൊക്കേറ്റ് ചെയ്യുന്നത്?
എവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏത് പാർട്ടിലായിട്ടാ? ഗാരോ ഹിൽസ് എവിടാ വരുന്നത്? ഗാരോ കാശി ജൈന്തിയ ഹിൽസ് ഏതിന്റെ പാർട്ടാന്നറിയോ? മേഘാലയയുടെ പാർട്ടാ വരുന്നത്. മേഘാലയയുടെ പാർട്ടാണ് വരുന്നത്. ഏത് ഹിമാലയൻ റേഞ്ചിലാ വരുന്നത്? മേഘാലയയുടെ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? പൂർവഞ്ചൽ റേഞ്ച് ആണ് വരുന്നത്. പൂർവഞ്ചൽ റേഞ്ച് ആണ് വരുന്നത്. ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ ആണ് വരുന്നത് കേട്ടോ. ഹിമാലയത്തിന്റെ ഈസ്റ്റേൺ എക്സ്റ്റൻഷനിലാണ് നിൽക്കുന്നത്. ഈസ്റ്റേൺ പൂർവാഞ്ചലിന്റെ ബോർഡർ പാർട്ട്, ഈസ്റ്റേൺ മൗണ്ടൻസ് ഉണ്ട്, അതിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് പീക്ക്? ഹയസ്റ്റ് പീക്ക് ഏതാ? ഇതിനകത്ത് ഏതാ ഹയസ്റ്റ് പീക്ക് വരുന്നത്? നന്ദാദേവിയാണ് വരുന്നത്. ലോങ്സ്റ്റ് റിവർ ഇൻ പാകിസ്ഥാൻ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ലേക്ക് മാനസരോവർ. ലേക്ക് മാനസരോവറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആരാ? ഇൻഡസ്. ഏതാ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോങ്സ്റ്റ് റിവർ? മാനസരോവറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏതാ? ഇൻഡസ് ആണ്, സിന്ധു ആണ് കേട്ടോ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ അഡ്ജോയിൻ ചെയ്യുന്ന എത്ര ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ടാണ് അഡ്ജോയിൻ ചെയ്യുന്നത്? ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ. ഏകദേശം ഒരു 699 കിലോമീറ്ററോളം കവർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റുമായിട്ടാണ് കവർ ചെയ്യുന്നതെന്നറിയോ? 4 സ്റ്റേറ്റുമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. 4 ഇതുമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആസാം, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം. ആസാം, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം. ഓക്കെ. അടുത്തത്, സൗത്ത് ടു നോർത്ത് ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഈ തന്നിരിക്കുന്ന റിവേഴ്സിനെ അറേഞ്ച് ചെയ്യാവോ? കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. സൗത്ത് ടു നോർത്ത് ആയിരിക്കുകയാണെങ്കിൽ കാവേരി വരും. കാവേരി വെസ്റ്റേൺ ഘട്ട്സിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ തമിഴ്നാട്, കർണാടക ആ റീജിയനിലാണ് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ആ റീജിയനിൽ കൂടെ ഫ്ലോ ചെയ്തിട്ട് ബേ ഓഫ് ബംഗാളിലാണ് വന്നു ചേരുന്നത്. ദെൻ കൃഷ്ണ വരും. കൃഷ്ണ പോകുന്ന ആന്ധ്രാപ്രദേശ് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ ഒഴുകുന്നു എന്ന് നോക്കിയാൽ മതി, ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. കൃഷ്ണ പോകുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടകയൊക്കെ കൂടെയാണ് പോകുന്നത്. ദെൻ ഗോദാവരിയാണ് അടുത്തത് വരുന്നത്. ഗോദാവരി, ഒരു മിനിറ്റ്. ഓക്കെ.
അടുത്ത വരുന്ന ഏതാണ്? ഗോദാവരിയാണ്. സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ആണ്, ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ആണ് വരുന്നത്. ഫ്ലോ ചെയ്യുന്നത് മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷയൊക്കെ വഴിയാണ് പോകുന്നത്. ദെൻ മഹാനദി. മഹാനദി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസ്റ്റ് സെൻട്രൽ ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഫ്ലോ ചെയ്യുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷയൊക്കെ വഴിയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എടുക്കുവാണെങ്കിൽ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി വരും. റിവർ ദാമോദർ എന്നെ പറയുന്നത് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടും. കാരണം എന്നാ? സോറോ ഓഫ് ബംഗാൾ എന്ന് അറിയപ്പെടും റിവർ ദാമോദറിനെ. അതിനുള്ള റീസൺ എന്നാന്ന് വരുന്നത് സോറോ ഓഫ് ബംഗാൾ. എന്താ? ഫ്ലഡ് ചെയ്യും. ഫ്ലഡ് ചെയ്ത് പോകുമ്പോൾ എന്നെ എടുക്കും? അവിടെ ബംഗാളിന്റെ ആ തീരത്ത് മൊത്തം ഹാവോക്ക് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. പെൻസിലർ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ഏതാ? ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ലോങ്സ്റ്റ് റിവർ ഏതാ വരുന്നത്? ഇൻഡസ് ആണ് വരുന്നത്. പെൻസിലർ ഇന്ത്യയിലെ ഏതാ വരുന്നത്? പെനിൻസുലർ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ഏതാണ് വരുന്നത്? ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരിയാണ് വരുന്നത്. അളകനന്ദെ, ഭഗീരഥി കോൺഫ്ലുവൻസ് പോയിന്റ് ഏതാ വരുന്നത്? അളകനന്ദയുടെ ഭഗീരഥിയുടെ. അളകനന്ദ ആൻഡ് ഭഗീരഥി കോൺഫ്ലുവൻസ് പോയിന്റ് എവിടാ വരുന്നത്? ഉത്തരാഖണ്ഡിൽ വരുന്ന റിവേഴ്സ് ആണല്ലേ വരുന്നത്. ഉത്തരാഖണ്ഡിൽ വരുന്ന റിവേഴ്സ് ആണ് വരുന്നത്. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നിടം. ഉത്തരാഖണ്ഡിലെ തന്നെ ഒരു സ്മോൾ ടൗൺ ആയിട്ടുള്ള ദേവപ്രയാഗിലാണ് ഇവര് മീറ്റ് ചെയ്യുന്നത്. സാങ്ഫോ. സാങ്ഫോ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് റിവറിനെയാണ്? സാങ്ഫോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ് അറിയപ്പെടുന്നത്. ഇത് ഹയസ്റ്റ് ഡാം ഏതാ? ഇന്ത്യയിലെ ഹയസ്റ്റ് ഡാം ഏതാ വരുന്നത്? ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഏതാ വരുന്നത്? തെഹരി ഡാം ആണ് വരുന്നത്. തെഹരി ഡാം ആണ് വരുന്നത്. 260.5 ആണ് വരുന്നത്. 260.5 മീറ്റേഴ്സ് വരും. ഭഗീരഥി റിവറിലാണ്, ഉത്തരാഖണ്ഡിലെ ഭഗീരഥി റിവറിലാണ് വരുന്നത്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഭാഗമാണ് കേട്ടോ. ദെൻ ആൻഡമാൻ ഐലൻഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ? നിക്കോബാർ ഐലൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാ വരുന്നത്? 10 ഡിഗ്രി ചാനലാണ് വരുന്നത്. ഹിമാലയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ത് ടൈപ്പ് മൗണ്ടൻ ആണ്? ഫോൾഡഡ് മൗണ്ടൻ ആണ് കേട്ടോ. ഫോൾഡഡ് മൗണ്ടൻ ആണ് ഹിമാലയ വരുന്നത്. ഫോൾഡഡ് മൗണ്ടൻ ആണ് വരുന്നത്. ഫോൾഡഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ ഫോൾഡ് പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ജിയോളജിക്കൽ സ്ട്രക്ചർ ആണ്. ആ ടൈപ്പ് മൗണ്ടൻസ് ആണ് വരുന്നത്. നമ്മൾ എന്താ പറയുന്നത്? അടുത്ത് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് മൗണ്ടൻസ് ദാറ്റ് റൈസ് അബ്രപ്റ്റ്ലി മോർ ഓർ ലെസ് പാരലൽ ടു ദ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ. കോസ്റ്റ് ലൈന് പാരലൽ ആയിട്ട് പോകുന്നത് ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ് അല്ലേ. വെസ്റ്റേൺ ഗട്ട്സ് ആണ് പോകുന്നത്. ശിവാലിക്കിന്റെ ഔട്ടർ മോസ്റ്റ് റീജിയൻ, ഹിമാലയത്തിന്റെ ഔട്ടർ മോസ്റ്റ് റീജിയനെ എന്നാ പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതാ, ഹിമാലയത്തിന്റെ ഔട്ടർ മോസ്റ്റ് റീജിയനെ ശിവാലിക് എന്നാണ് പറയുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻ വഴി ഫോം ചെയ്ത പ്ലേറ്റ്യൂ എവിടാ വരുന്നത്? വോൾക്കാനിക് ഇറപ്ഷൻ വഴി ഫോം ചെയ്ത പ്ലേറ്റ്യൂ ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഡെക്കാൻ പ്ലേറ്റ്യൂ ആണ് വരുന്നത്. ബസാൾട്ട് ആണ് കേട്ടോ. നമ്മുടെ ഗുജറാത്തിന്റെ ആ സൈഡിലായിട്ട് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയും. ബസാൾട്ട് ആണ് വരുന്നത് കേട്ടോ. ബസാൾട്ട് ആണ് അടുത്ത റോക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ബസാൾട്ട് ആണ് വരുന്നത്. കേരളത്തിലെ സോയിൽ റിച്ച് ഏതാ വരുന്നത്? സോയിൽ ഓഫ് കേരള ഈസ് റിച്ച് ഇൻ ഏതിനാ റിച്ച് ആയിട്ടുള്ളത്? ലാറ്ററൈറ്റ് സോയിൽ ആണ് വരുന്നത്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അയണിന്റെയും അലുമിനസ് ഓക്സൈഡിന്റെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ ആണ് വരുന്നത്. റെഡ് സോയില് എവിടെ ഇന്ത്യയിൽ റെഡ് സോയിൽ കാണാൻ പറ്റുന്നത്? ഇന്ത്യയിൽ എവിടാണ് റെഡ് സോയിൽ കാണാൻ പറ്റുന്നത്?
റെഡ് സോയിൽ എവിടെ കാണാൻ പറ്റുന്നത്? റെഡ് സോയിൽ എവിടെ ഇന്ത്യയെ കാണാൻ പറ്റുന്നത്? ഏതൊക്കെ സ്റ്റേറ്റിലാണ് വരുന്നത്? നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഒഡീഷ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാമാണ് വരുന്നത്. മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്യൂവിന്റെ ഈസ്റ്റ് ആൻഡ് സദേൺ പാർട്ടിലായിട്ടായിരിക്കും കാണുന്നത്. ലാറ്ററൈറ്റ് ഫൗണ്ട് ചെയ്യുന്നത് ഏതാ? ലാറ്ററൈറ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാ? കേരളത്തിലാണ്, നമ്മളിപ്പം പറഞ്ഞായിരുന്നു. മോസ്റ്റ് എക്സ്റ്റെൻസീവ് ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോയിൽ കവർ വരുന്നത് ഏതാണ്? ഏതാ വരുന്നത്? ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിനിൽ കവർ ചെയ്ത് വരുന്നത്. ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്, ബ്രഹ്മപുത്ര കൂടെ ഫോം ചെയ്യുന്ന ആ പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോർത്തേൺ സൈഡിലായിട്ട് വരുന്നതാണ് ഏതായിരിക്കും? അലുവിയൽ പ്ലെയിൻ ആയിരിക്കും വരുന്നത്. അലുവിയൽ സോയിലാണ് വരുന്നത് കേട്ടോ. റിവേഴ്സിന്റെ ഡെപ്പോസിറ്റ്, അലുവിയൽ ഡെപ്പോസിറ്റിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. അടുത്തത്, സോയിൽ ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഫോംഡ് ബൈ ഏത് വഴിയാ? നോർത്തേൺ പ്ലെയിൻസിലെ സോയിൽ എങ്ങനെയാ വരുന്നത്? നോർത്തേൺ പ്ലേസിലെ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? സ്ട്രീം, റിവർ അല്ലെങ്കിൽ കറണ്ട് വഴിയുള്ള ഡെപ്പോസിഷനെയാണ് നമ്മൾ അഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഇറോഷൻ എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഈ സ്ട്രീം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സോയിലിനെ എല്ലാം ഒരിടത്തുനിന്ന് പൊടിഞ്ഞു കിടക്കുന്ന മണ്ണിനെ എടുത്ത് വേറൊരിടത്തോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇറോഷൻ വഴിയല്ല, അഗ്രഡേഷൻ വഴിയാ. അഗ്രഡേഷൻ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും നോർത്തേൺ പ്ലെയിൻസിൽ അലുവിയൽ ഡെപ്പോസിറ്റാ വരുന്നത്. അലുവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിവേഴ്സിന്റെ ഡെപ്പോസിറ്റിനെയാണ് അലുവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം നോർത്തേൺ പ്ലെയിൻസിൽ അലുവിയൽ സോയിലാണ്, അത് റിവറിന്റെ